സീറോ മലബാർ സഭയിലെ നവീകരിക്കപ്പെട്ട കുർബാനക്രമം മാർപ്പാപ്പായുടെ അംഗീകാരത്തോടുകൂടി സഭാ സിനഡിൻ്റെ തീരുമാനപ്രകാരം നടപ്പിലാക്കുകയാണ്. സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് ഈ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ്. നമ്മളുടെ എല്ലാ ഇടവകയിലും ഈ കുർബാനക്രമം നടപ്പിൽ വരുത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കട്ടെ. ഏകദേശം 4 പതിറ്റാണ്ട് കാലത്തെ ദീർഘമായിട്ടുള്ള പഠനങ്ങളുടെയും ആലോചനകളുടെയും ചർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ കുർബാനക്രമം രൂപീകരിച്ചിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടുള്ള ചർച്ചകളും ചിന്തകൾ പങ്കുവയ്ക്കലും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞു. സിനഡ് തീരുമാനിച്ചു. മാർപ്പാപ്പയുടെ ഔദ്യോഗിക അംഗീകാരം വന്നതോടുകൂടി അത് നടപ്പിലാക്കുവാനായിട്ടുള്ള കടമ എല്ലാ വൈദികർക്കും എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു ചെറിയ വിഭാഗം ആളുകൾ ഈ കുർബാനക്രമത്തിനെതിരെ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയും തെറ്റായ വസ്തുതകൾ പ്രചരിപ്പിക്കുകയും ദുഷ്പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അത് അവസാനിപ്പിച്ച് സഭയുടെ നന്മയെ കരുതി സഭയോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകണമേ എന്നാണ് കത്തോലിക്ക കോൺഗ്രസിനെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പഠിപ്പിച്ചവർ തന്നെ സഭയെ അപകീർത്തിപ്പെടുത്തുന്നത് ഏറ്റവും വിഷമകരമായ കാര്യം. അനുസരണവും വിധേയത്വവും ഏറ്റുപറഞ്ഞ് ദൈവവിളി സ്വീകരിച്ചവർ തന്നെ സഭയെ തെരുവിൽ വെല്ലുവിളിക്കുന്നു. ഇത് സഭാ മക്കളിൽ വലിയ ഇടർച്ചയ്ക്ക് കാരണമായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുതുതലമുറയെ വിശ്വാസ രാഹിത്യത്തിലേക്ക് തള്ളിവിടുന്നതിന് ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമായി മാറുന്നുണ്ട് എന്നുള്ളതും മറന്നുകൂടാ. നമുക്കറിയാം, സഭയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും തെരുവിൽ പ്രകടനം നടത്തിക്കൊണ്ടും പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടുമാണോ നമ്മളുടെ ആരാധനാക്രമവും നമ്മളുടെ കുർബാനക്രമത്തെക്കുറിച്ചുമുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്? തികച്ചും തെറ്റായ മാർഗമാണ് എന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. സഭയിലെ 99% വരുന്ന വിശ്വാസികളും സഭയുടെ തീരുമാനങ്ങൾക്കും സിനഡിന്റെ തീരുമാനങ്ങൾക്കും അനുസൃതമായി കുർബാനക്രമം നടപ്പിലാക്കുന്നതിന് അനുകൂലമാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമ്മളുടെ സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്തെ വലിയ ദുരിതങ്ങളിലൂടെ ഒപ്പം നമ്മളുടെ സമുദായം സഭയും നിരവധിയായിട്ടുള്ള വെല്ലുവിളികളും ഭീഷണികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും സന്ദേശം പകർന്നു നൽകാൻ സാധിച്ചില്ലെങ്കിൽ ക്രൈസ്തവ സാക്ഷ്യം എപ്രകാരം ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ചില വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരുപക്ഷെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. ആ ബുദ്ധിമുട്ടുകളൊക്കെ പൊതു നന്മയെ കരുതി മാറ്റിവെച്ച് വിട്ടുവീഴ്ച ചെയ്ത് ഈ തീരുമാനത്തിനൊപ്പം നിൽക്കുവാനായിട്ട് എല്ലാവരും തയ്യാറാകണം. കത്തോലിക്ക കോൺഗ്രസ് 100% സഭയോടൊപ്പം നിന്നുകൊണ്ട് സഭാ സിനഡിന്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് ഈ കുർബാനക്രമം നടപ്പിലാക്കുവാനായിട്ട് പ്രതിജ്ഞാബദ്ധരാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും, നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിലും തുടർന്നുള്ള കാര്യങ്ങളിലും പക്വതാപൂർണമായിട്ടുള്ള ഇടപെടലുകളിലൂടെ സഭയുടെ ഈ ദൗത്യ നിർവഹണത്തിന് പങ്കാളികളായിരിക്കും, സഭയോട് ഒത്ത സിനഡിനൊപ്പം നിന്നിരിക്കും എന്നുള്ളതിൽ ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവരും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാർഗത്തിൽ ചരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.